പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകൻ, ഇന്ത്യൻ രാഷ്ട്രീയ നഭോമണ്ഡലത്തിലെ രണ്ട് പ്രതിഭകൾ തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഡോക്ടർ മാരാർജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. മറ്റാരുമല്ല, കഴിഞ്ഞ NDA സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയും BJPയുടെ ഉന്നത ശ്രേണിയിലുമുള്ള ശ്രീ അമിത് ഷാ, ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥ്. ഈ രണ്ടു പേരിലും ആർക്കാണ് നാളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ ശോഭിക്കുവാനുള്ള അവസരം വരികയാണെങ്കിൽ ഇവരുടെ പ്രകടനം എപ്രകാരമായിരിക്കും എന്നതാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി 59 വയസ്സ് 7 മാസം 15 ദിവസം പ്രായമുള്ള ശ്രീ അമിത് ഷാ. ഇവർ തമ്മിൽ ഉദ്ദേശം 7 വയസ്സ് 7 മാസം വ്യത്യാസങ്ങളുണ്ട്. 52 പൂർത്തിയായി 53 ആരംഭിക്കുന്നു ശ്രീ യോഗി ആദിത്യനാഥിന്. ഭരണി നക്ഷത്രമാണ് ശ്രീ അമിത് ഷായുടേത്. ഭരണി നക്ഷത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ജനനം പൗർണമിയിലാണ്. അത്ര ശക്തമായ ചന്ദ്രനാണ്. ആ ചന്ദ്രൻ വ്യാഴത്തിന് ഒരു സുനഭായോഗം കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റേത് കന്നി ലഗ്നമാകുന്നു. ലഗ്നത്തിൽ മാന്തി, 2-ൽ രവി ബുധൻ, 4-ൽ കേതു, 6-ൽ ശനി, അഷ്ടമത്തിൽ ചന്ദ്രൻ, 9-ൽ വ്യാഴം, 10-ൽ രാഹു, 11-ൽ ചൊവ്വ, 12-ൽ ശുക്രൻ. ഇവിടെ ഈ ജാതകത്തിൽ ഒരു ഗോഡ് ഫാദറും ഇല്ലാത്ത ജാതകമാണ് ശ്രീ അമിത് ഷായുടേത്. അദ്ദേഹത്തിൻ്റെ ഭാഗ്യാധിപൻ, പൈതൃകം, പാരമ്പര്യം ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ശുക്രൻ 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഒരു പാരമ്പര്യവും അദ്ദേഹത്തിന് അവകാശപ്പെടാനില്ല. ആരാണ് അദ്ദേഹത്തിന് ക്ലേശങ്ങളുള്ള ഈ രാഷ്ട്രീയ സഞ്ചാരത്തിന് സഹായകമായത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം 9-ലെ വ്യാഴമാകുന്നു. പബ്ലിക്കിനെ ആകർഷിക്കുവാനുള്ള ആ ഒരു യോഗം അദ്ദേഹത്തിന് കൈവന്നത് 9-ലെ വ്യാഴം കാരണം മാത്രമാണ്. അതൊരു യോഗകർത്താവായി നിൽക്കുന്നു. ഇന്ന് അദ്ദേഹത്തിന് 2021 നവംബർ 17 മുതൽ വ്യാഴദശ ആരംഭിച്ചു കഴിഞ്ഞു. 16 വർഷത്തെ വ്യാഴദശ 2037 നവംബർ 17 വരെ വ്യാഴദശയാകുന്നു. 16 വർഷം ദൈർഘ്യമുള്ള വ്യാഴദശ നല്ല വ്യാഴമാകുന്നു. ആ വ്യാഴദശയിൽ ഇപ്പോൾ 2024 ഫെബ്രുവരി 1-ാം വാരം മുതൽ ശനിയുടെ അപഹാരം തുടങ്ങി. ഈ ശനിയും വളരെ ശക്തമാണ്. ബലവാൻ ശത്രുജിതശ്ച ശത്രുയാതേ, ശത്രുക്കളെ ജയിക്കുന്ന ശനിയാണ്. വ്യാഴമാണെങ്കിലോ 9-ലെ വ്യാഴം തപസ്യ എന്നാണ് ഫലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയത്തിനപ്പുറത്ത് അദ്ദേഹത്തിന് ധർമ്മപരമായ, തൻ്റെ മതപരമായ അല്ലെങ്കിൽ തൻ്റെ സംഘടനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രവൃത്തിയിലൂടെയാണ് മുന്നോട്ട് നയിക്കുവാനുള്ള പ്രാപ്തി കാണുന്നത്. അവിടെ അതിശക്തമായി തൻ്റെ ഒരു പൗരുഷം ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടുന്ന ഗ്രഹങ്ങൾ നീചസ്ഥരാണ്. ആദിത്യൻ നീചസ്ഥനാണ്, ചൊവ്വ നീചസ്ഥനാണ്, ഭാഗ്യാധിപനായ ശുക്രൻ 12-ൽ നിൽക്കുന്നു, രോഗാധിപനായ ശനിയുടെ ദൃഷ്ടിയുമുണ്ട്. ശ്രീ നരേന്ദ്രമോദിയെപ്പോലെ ഊർജ്ജസ്വലനായി ജനങ്ങളുടെ ഇടയിൽ ഓടിച്ചാടി നടക്കുവാനുള്ള ശാരീരികമായ കരിഷ്മ അത് അമിത് ഷായ്ക്കില്ല. അദ്ദേഹം സുഷമ സ്വരാജിനെ പോലെ, അരുൺ ജെയ്റ്റ്ലിയെപ്പോലെ ഒരു പ്രായം കഴിയുമ്പോൾ രോഗിയായി തീരുന്നതാണ്. അദ്ദേഹത്തിന് ഇന്ന് ഷഷ്ടി പൂർത്തി വരികയാണ്. 59 വയസ്സ് 7 മാസം 15 ദിവസം പ്രായം. ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ പോലെ ശരീരം വഴങ്ങില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ശോഭിക്കണമെങ്കിൽ അതിശക്തമായ മനസ്സിനെ പോലെ തന്നെ ശരീരവും ബലമുള്ളതായിരിക്കണം. ആ ബലം ശ്രീ അമിത് ഷായുടെ ജാതകത്തിൽ ഇല്ല തന്നെ. നിങ്ങൾ കാത്തിരുന്ന് കാണുക. ആഭ്യന്തര മന്ത്രിയായി തന്നെ അദ്ദേഹം ഭരിക്കുന്നു. ഇതിനേക്കാളും വലിയ ഒരു ഉത്തരവാദിത്തം അദ്ദേഹത്തിൻ്റെ ശിരസിൽ വന്നു ചേരുമ്പോൾ എത്രത്തോളം അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശാരീരികമായി അദ്ദേഹത്തിന് കഴിയുമെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നേരെ മറിച്ച് ശ്രീ യോഗി ആദിത്യനാഥിൻ്റെ ജാതകമാണെങ്കിൽ മാനസികവും ശാരീരികവുമായി അതിശക്തമായ ജാതകമാണ്.
ചൊവ്വ 10ാം ഭാവത്തിൽ നിൽക്കുന്നു. ശുക്രനോടുകൂടി ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒരു കരുത്ത് അതിവിശേഷമായി ശ്രീ യോഗി ആദിത്യനാഥിൻ്റെ ജാതകത്തിലുണ്ട്. ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ച അദ്ദേഹം ചെയ്യില്ല. ഒരു കാര്യം ചിന്തിച്ചാൽ അത് പ്രവൃത്തിപഥത്തിൽ എത്തുന്നത് വരെ വിശ്രമമില്ലാതെ വർക്ക് ചെയ്യും അദ്ദേഹം, ശ്രീ നരേന്ദ്രമോദിജിയെ പോലെ. അതുകൊണ്ട് ഈ 2 ജാതകങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ ബുദ്ധിപരമായും ശാരീരികമായും മാനസികമായും കരുത്തൻ ശ്രീ യോഗി ആദിത്യനാഥാണ്. അത്ര പെട്ടെന്ന് ശ്രീ യോഗി ആദിത്യനാഥ് തളരില്ല. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത് അതാണ്, സത്വം, ഇളകാത്ത മനസ്ഥിതി. അത് ചിന്തിക്കേണ്ടുന്ന ഗ്രഹം, അത് പൊളിറ്റീഷ്യനായാലും ബാർബറായാലും ഒരു ബുച്ചറായാലും മാർഷൽ ആർട്സ് ചെയ്യുന്ന ആളായാലും ഗുസ്തിക്കാരനായാലും ചൊവ്വയാണ്. ആ ചൊവ്വ അതിശക്തമായി ശ്രീ യോഗി ആദിത്യനാഥിൻ്റെ ജാതകത്തിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് ആര് ഭാവിയിൽ ഭരിച്ചാൽ മുന്നോട്ട് നീങ്ങുമെന്ന ചോദ്യം വരികയാണെങ്കിൽ അതിനുത്തരം ഇവിടെ ഭാഗധേയം നിർണയിക്കുവാൻ ശ്രീ അമിത്ഷായേക്കാളും ശ്രീ യോഗി ആദിത്യനാഥിന് അദ്ദേഹത്തിൻ്റെ ജാതകാൽ ബലം കാണുന്നു. ഇത് ജ്യോതിഷ ചിന്തയാണ്. എൻ്റെ പ്രിയപ്പെട്ട ജ്യോതിഷ പ്രേമികൾ അല്ലെങ്കിൽ ജ്യോതിഷ വിദ്യാർത്ഥികൾ ഈ ജാതകങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക, പഠിക്കുവാൻ ശ്രമിക്കുക, സ്വയം വിലയിരുത്തുക. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാർജി പ്രേക്ഷകർക്കും അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്തേ.